അപ്പോൾ ഇന്ന് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. ഷാനുവിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞാനും അമ്മയും മാത്രമാണ് പോകുന്നത്. അച്ഛൻ വരുന്നില്ല. അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് അച്ഛൻ വരുന്നില്ല. അമ്മ അവിടെ കിച്ചണിൽ പണിയെടുക്കുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സോ അപ്പം ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. ഉറങ്ങിയെല്ലാം എണീച്ചു. ഇനി ചായ കുളിച്ച് റെഡി ആവണം. സോ ഞങ്ങളൊരു 6:30 അല്ലെങ്കിൽ 7 o'clock ആകുമ്പോഴേക്കും ഇറങ്ങാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഞാനിന്നൊരു ലോങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സമയം 5:30 കഴിഞ്ഞിട്ടതാ. ഫ്രണ്ടിൽ അമ്മയും അച്ഛനും എല്ലാവരും ഇരിപ്പുണ്ട്. 3.5 മണിക്കൂർ 4 മണിക്കൂർ വേണം. പ്രൈവറ്റ് യൂസ് 4 മണിക്കൂർ, ട്രാൻസ്പോർട്ട് 3 മണിക്കൂർ 3.5 മണിക്കൂർ എടുക്കും. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഒരു കയറിയാൽ മതി. ആ ട്രാൻസ്പോർട്ടിൻ്റെ നോക്കുക ആദ്യം. ഇല്ല പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല രസമുള്ളൊരു പിങ്ക് കളറാണ്. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ഷോള് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് കുളിച്ച് റെഡിയാവലാണ് കേട്ടോ. അപ്പോൾ സമയം 6 മണി ആവാറായി. 6:30 ഇറങ്ങണം എന്നാണ് പ്ലാൻ. സോ നമ്മളെപ്പോഴും വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റാറില്ല. പക്ഷെ നോക്കാം. 6:30 ആവുന്നതിന് മുന്നേ വേറൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് കുളിച്ച് റെഡിയാവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ അവിടെ കിച്ചണിൽ എന്തൊക്കെയൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയും റെഡിയാവും. സോ നമുക്ക് ഇനി പോയിട്ട് നെക്സ്റ്റ് പണികൾ നോക്കാം. ലാല, നമ്മളിന്ന് പോവുകയാണല്ലോ. നീ വരുന്നില്ല? അപ്പോൾ ഞാനത് കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡിയാവുക എന്നുള്ളതാണ്. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതുമല്ല, ഇന്നിപ്പോൾ എനിക്കവിടെ വലിയ റോളൊന്നുമില്ല. ഞാൻ പോകുന്നില്ല കേട്ടോ. ആക്ച്വലി എനിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ഈ ഓഫീസും ലീവ് എടുത്തിട്ട് അമ്മയും ചേച്ചിയും ഏട്ടനും ഒക്കെയാണ് പോകുന്നത്. പക്ഷെ അമ്മയ്ക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് ഗുരുവായൂർ വരെ പോകാനുള്ള പ്രശ്നം കൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ പോകുന്നതാണ് കേട്ടോ. അവിടെ പോയിട്ട് ഇനി എന്ത് ചെയ്യുന്നൊന്നും പ്ലാനില്ല. ചിലപ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് പോവുമായിരിക്കും. എന്തായാലും വഴിയെ നോക്കാം എന്തൊക്കെ ആവുന്നു. അപ്പോൾ ഞാനിത് റെഡി ആയി കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. അമ്മയും ഞാനും എടുത്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. KSRTC കിട്ടിയില്ല. അപ്പോൾ പ്രൈവറ്റിലാണ് പോകുന്നത്. എത്രയൊക്കെ റെഡി ആയിട്ട് ഇറങ്ങിയാലും ബസ്സിൽ കയറിയുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. മൊത്തം കേട് വന്നു പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി. നല്ല വെയിലുണ്ട് കേട്ടോ. അവിടെ നല്ല വെയിലുണ്ടല്ലേ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ നേരത്തെ എണീച്ചുകൊണ്ടാണ് തോന്നുന്നു. അപ്പം ഞാനങ്ങനെ 2 റോസ്റ്റ് കഴിച്ചു. നേരെ ഞങ്ങളിതാ കിഴക്കേ നടേൻ്റെ മുന്നിലാണ് കേട്ടോ എത്തുന്നത്. ഞങ്ങളിതാ ഗുരുവായൂരെത്തി. ഇനി ഞങ്ങൾ ശ്രീയേട്ടനും ചേച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അമ്മയുണ്ട് കൂടെ. ട്രാഫിക് ആയതുകൊണ്ട് ഏട്ടനും ചേച്ചിയും വരാൻ ലേറ്റാവെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തൊഴാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് നേരെ പോകുന്നുണ്ട് കേട്ടോ. ഇത് കിഴക്കേ നടയാണ് കേട്ടോ. അവിടെ ഇന്ന് ഒരുപാട് കല്യാണമുണ്ട്. വ്യാഴാഴ്ചയും കൂടിയല്ലേ. അപ്പോൾ ഒരുപാട് കല്യാണമുണ്ട് കേട്ടോ. അതിനനുസരിച്ച് അവിടെ തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും ഏട്ടനും ചേച്ചിയും വന്നിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരിനെയൊക്കെ യാത്രയാക്കി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇനി ഗുരുവായൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നല്ല ചൂടാണ് കേട്ടോ. അവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. സോ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോട്ടെ. അങ്ങനെ ഞാനത് പടിഞ്ഞാറേ നടേന് മുന്നിലെത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ ഒറ്റയ്ക്ക് ഞാൻ വരുന്നത്. ഇതിന് മുന്നേ ഞാൻ അങ്ങനെ വന്നിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ്. സോ നൈസ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇനി നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. എനിക്കിവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് എന്തായാലും കയറുന്നില്ല. കാരണം ഫോൺ അവിടെ വെക്കണം. പിന്നെ 2 പണിയാണ്, അത് പോയി വാങ്ങണം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ടാണ് തൊഴുകുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും കാലും അടയുന്നുണ്ട്. എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലം കിട്ടുമോ നോക്കട്ടെ. ഇവിടെ പ്രതീക്ഷിച്ചതിലും അധികം തിരക്കാണ് കേട്ടോ. കാരണം അത്ര അധികം കല്യാണങ്ങളുണ്ട്. പറയാൻ എനിക്ക് ഇവിടുന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ കിടന്ന് വട്ടം തിരിയുന്നുണ്ട്. കാരണം കിഴക്കേ നട, പടിഞ്ഞാറേ നട, തെക്കേ നട പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ട്. സ്റ്റേജുകളുണ്ട്, പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും ഒരു എൻ്റർടൈൻ പാർട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്ത് പോകും.
പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാറിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിലും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. സോ ഇവിടെ മൊത്തം എന്താ പറയുക, ഫുൾ ടൈം ഇങ്ങനെ ഒരു ആഘോഷം പോലെയാണ് കേട്ടോ ഗുരുവായൂർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പലതവണയും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെ ക്യൂ നിൽക്കും, നേരെ നടയിൽ പോയി തൊഴുതും, പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഓരോ സ്ഥലങ്ങൾ നോക്കുന്നതും എല്ലാം. അപ്പോൾ കുറേ നേരമായിട്ടോ ഞാൻ ഇവിടെ നിൽക്കുന്നു. എനിക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം ദാഹിക്കുന്നുണ്ട്. ഇവിടെ എവിടെയാണ് വെള്ളം കിട്ടുകയെന്ന് അറിയില്ല. നമുക്ക് ചോദിച്ച് പോവാം. ഇവിടെ ആരെങ്കിലുമൊക്കെ അറിയായിരിക്കും എവിടെയാണ് വെള്ളം കിട്ടുന്നത്, ചോദിക്കാം. അവസാനം വെള്ളം കിട്ടി കേട്ടോ. അത്ര ദാഹം ഉണ്ടായിരുന്നു എനിക്ക്. അന്നദാനം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ അന്നദാനത്തിൻ്റെ അവിടെ നല്ല തിരക്കാണ്. എന്തായാലും നിന്നിട്ട് ആ തിരക്കിനിടയിൽ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്ര അധികം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് കുറച്ച് സുള്ളൻ ചെക്കന്മാരൊക്കെ ഉണ്ട്. സോ അപ്പോൾ കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാതെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ ഷാനുവിൻ്റെ വീട്ടിലോട്ട് എത്തിയോന്ന്. അവരെല്ലാവരും അവിടെ എത്തി. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഫ്രിഡ്ജാണ് വാങ്ങുന്നത്, അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് ഷാനുവിൻ്റെ വീട്ടുകാരോട്, വിഘ്നേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാനുവിൻ്റെ വീട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സൗണ്ട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സാധനം ഡെലിവറി ചെയ്യാൻ വന്നവർ വിളിച്ച സമയത്ത് ഷാനുവിൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങൾ സാധനം ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലാന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ സാധനം റിട്ടേൺ തന്നെ തിരിച്ചു കൊണ്ടുപോയി. അതായത് അടുത്ത ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവരവിടെ നിന്ന് പോയി. അപ്പോൾ അവർ അവിടെ എത്തുന്ന സമയത്ത് സംഭവം ഫ്രിഡ്ജ് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ വീണ്ടും അവർ വിളിച്ച് പറഞ്ഞിട്ട് അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രീ ഡെലിവറിയാണ്. സോ അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങൾ ഇനി അവർ വന്നാലേ അറിയുള്ളൂ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തം കറങ്ങി ഗുരുവായൂർ മൊത്തം ഞാൻ റൗണ്ട് അടിച്ച് എത്തിക്കഴിഞ്ഞു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചു കേട്ടോ. ഏതാണ് തെക്കേ നട, ഏതാണ് പടിഞ്ഞാറേ നട, ഏതാണ് കിഴക്കേ നട. കിഴക്കേ നടേൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കല്യാണങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറേ നടയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ KSRTC സ്റ്റാൻഡെത്തും, കിഴക്കേ നടയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്റ്റാൻഡെത്തും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കേട്ടോ. സോ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. എത്ര തവണ ഞാൻ കുറേ തവണ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ മാക്സിമം ഒറ്റയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് കുറേ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ശ്രീയേട്ടനും ചേച്ചിയൊക്കെ തിരിച്ചെത്താറായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഗുരുവായൂരിൽ നിന്ന്. അപ്പോൾ ഇനി നേരെ ചേച്ചീൻ്റെയും ഏട്ടൻ്റെയും അടുത്തോട്ട് പോവാം. അവർ ചിലപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കീയും മിസ്സായി. ഇപ്പോൾ എന്താ KSRTC സ്റ്റാൻഡിൽ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മ വണ്ടി പിടിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാനിത് അച്ഛൻ കീയുമായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സമയം 6:30 ആവാറായിട്ടോ. ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അച്ഛനെയാണെങ്കിൽ കാണാനുമില്ല. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ പോകുമ്പോഴേക്കും അമ്മ ദോശയും മസാല ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അച്ഛൻ വരും താക്കോലുമായിട്ട്. അങ്ങനെ ഫൈനലി വീട്ടിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ എൻഡ് ചെയ്യാണ്. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്, ഫുഡൊക്കെ കഴിക്കണം. ഇതല്ലാല അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയി എൻ്റെ ബാക്കിയുള്ള കലാപരിപാടിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.